ഇസ്രായേൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് 5 മാധ്യമ പ്രവർത്തകരെ. അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫും ക്യാമറാമാൻമാരും ക്യാമ്പ് ചെയ്തിരുന്ന ടെന്റ് തകർത്താണ് കൊല നടത്തിയത്. ഗാസയിലെ അവസാന മാധ്യമ പ്രവർത്തകൻ എന്നാണ് അൽ ജസീറ അനസിന്റെ മരണവിവരം പുറത്തുവിട്ട അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. CNN അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഇതുവരെ 186 മാധ്യമ പ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഘർഷ മേഖലയിൽ തങ്ങിയ അവസാന മാധ്യമ സംഘമാണ് അനസ് അൽ ഷെരീഫും ഒപ്പമുണ്ടായിരുന്നവരും. ഹമാസിന്റെ പിണിയാളുകളാണ് ഇവരെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. ഹമാസിന്റെ അവശേഷിക്കുന്ന സായുധ യൂണിറ്റിനെ നയിച്ചിരുന്നത് അനസ് അൽ ഷെരീഫ് ആണെന്നും മാധ്യമപ്രവർത്തകരായി നടിക്കുകയാണെന്നും അതിനാലാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് ഇസ്രായേൽ സൈനിക വക്താക്കൾ നൽകിയ വിശദീകരണം. എന്നാൽ ഗാസ മുനമ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തെ അറിയിക്കാനുള്ള അവസാനത്തെ ശബ്ദമാണ് 28-കാരനായ അനസിനെ കൊലപ്പെടുത്തിയതിലൂടെ ഇസ്രായേൽ നിശബ്ദമാക്കിയതെന്നായിരുന്നു അൽ ജസീറ പ്രതികരിച്ചത്. നിരന്തരം ആക്രമണം അരങ്ങേറുന്ന ഗാസയിൽ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്ന അംഗീകൃത മാധ്യമ പ്രവർത്തകനായിരുന്നു അനസ് അൽ ഷെരീഫ്. യുദ്ധം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഗാസയിൽ കാലുകുത്താൻ ഇസ്രായേൽ അനുവദിച്ചിരുന്നില്ല. അവിടെ നിന്നുള്ള വാർത്തകൾക്കായി അനസിനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആശ്രയിച്ചിരുന്നത്. അനസിന്റെ മരണത്തോടെ ഗാസ മാധ്യമ ശൂന്യമായ മേഖലയായി മാറിയെന്നാണ് അൽ ജസീറ വ്യക്തമാക്കുന്നത്. തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത, പട്ടിണിയാലും പകർച്ചവ്യാധികളായും നട്ടം തിരിയുന്ന നിസ്സഹായരായ മനുഷ്യരുടെ മേൽ അത്യന്താധുനികമായ യുദ്ധമുറകൾ പ്രയോഗിക്കുന്ന ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രോഷവും പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഗാസയ്ക്ക് മേൽ തുടർച്ചയായി ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും യാതൊരു മനംമാറ്റവും ഉണ്ടായിട്ടില്ല. ഗാസ മുഴുവനും പിടിച്ചെടുക്കാനും ഭാവിയിൽ അതിന്റെ നിയന്ത്രണം ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സൈന്യത്തിന് വിട്ടുകൊടുക്കാനും ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് അമേരിക്ക ആസൂത്രണം ചെയ്ത പദ്ധതിയാണ്. ഗാസയിൽ നിന്നും പലസ്തീനികളെ തുടച്ചു നീക്കി അവിടെ ഒരു കടലോര ആഡംബര വിശ്രമ കേന്ദ്രമാക്കാനാണ് ആലോചിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ്. പലസ്തീൻ എന്ന ദേശത്തെയും ജനതയെയും വംശത്തെയും ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക എന്ന അജണ്ട വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെയായി 63,000 ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഭക്ഷണവും കുടിവെള്ളവും കിട്ടാക്കനിയായി. 80% ഗാസ നിവാസികളും കൊടും പട്ടിണിയിലാണെന്ന് വിവരം പുറത്തു വന്നതോടെ ലോകരാജ്യങ്ങൾ സഹായം എത്തിക്കാൻ സന്നദ്ധമാണെങ്കിലും ഇസ്രായേൽ അനുവദിക്കുന്നില്ല. ഇതോടെ പട്ടിണി മരണം വർദ്ധിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് തന്നെ 193 ആളുകൾ ഭക്ഷണവും കുടിവെള്ളവും കിട്ടാതെ ഗാസയിൽ മരിച്ചിട്ടുണ്ട്. പലസ്തീൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം സുലൈമാൻ അൽ ഉബൈദിന്റെ മരണവും ലോകത്തെമ്പാടുമുള്ള കായിക പ്രേമികൾക്ക് വലിയ വേദനയുണ്ടാക്കിയിരുന്നു. സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുമ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് സുലൈമാൻ കൊല്ലപ്പെട്ടത്. 2007 പലസ്തീൻ ദേശീയ ടീമിലെത്തിയ സുലൈമാൻ രാജ്യത്തിനായി 24 അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വിമാനത്തിൽ നിന്നും താഴേക്കിട്ട ഭക്ഷണപ്പൊതി തലയിൽ വീണ് 15 വയസ്സുകാരൻ മരിച്ചതും ദാരുണമായ വാർത്തയായിരുന്നു. മധ്യ ഗാസയിലെ നസ്രത്തിൽ മുഹമ്മദ് ഈദ് എന്ന കുട്ടിയാണ് വിമാനത്തിൽ നിന്ന് വീഴുന്ന ഭക്ഷണ പാക്കറ്റുകൾ എടുക്കാനായി ഓടുന്നതിനിടെ അതിലൊന്ന് തലയിൽ വീണ് മരിച്ചത്. പട്ടിണി കിടന്ന് നട്ടം തിരിയുന്നവരുടെ തലയിൽ ഭക്ഷണം വീണ് മരിക്കുന്ന സംഭവം ഗാസയിൽ ഇതാദ്യമല്ല. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ കാത്തു നിൽക്കുന്നവർക്ക് നേരെ പോലും പലവട്ടം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി നിരവധി ആളുകളെ കൊന്നൊടുക്കിയിട്ടുമുണ്ട്. 4-5 നേരം ഭക്ഷണം കഴിക്കുന്ന ആഗോള മനുഷ്യരുടെ കൺമുന്നിലാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് റഷ്യൻ പട്ടാളക്കാർ പോളണ്ട് അതിർത്തിയിലുള്ള ഓഷ്വിറ്റ്സ് അടക്കമുള്ള നാസി ക്യാമ്പുകൾ പിടിച്ചെടുത്ത് അവിടെ അവശേഷിക്കുന്ന മനുഷ്യരെ മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. എല്ലും തോലുമായി അരപ്രാണൻ മാത്രമുള്ള മനുഷ്യർ റഷ്യൻ പട്ടാളക്കാർക്കൊപ്പം വേച്ചിറങ്ങി വന്ന കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. അവരിലേറെയും ജൂതന്മാരായിരുന്നു. ആ ചരിത്രത്തിന്റെ ആവർത്തനമെന്ന വിരോധാഭാസമാണ് ഗാസയിൽ ഇന്ന് കാണുന്നത്.